ഹലോ ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ക്ലാസ്സിലെടുത്തത് കൈനീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൈനീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ ഒരു ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷനാണ്. ഇൻസ്റ്റൻറ്റേനിയസ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് കൺസംഷനും ഇൻകവും തമ്മിൽ. അതുപോലെ കൺസംഷൻ ഫംഗ്ഷൻ്റെ ഷേപ്പ് ഇതുപോലെ ആയിരിക്കും. അതായത് നമ്മൾ എന്തായിരിക്കും നോൺ പ്രൊപ്പോർഷണലായിരിക്കും. എന്താണ് നോൺ പ്രൊപ്പോർഷണൽ കൺസംഷൻ ഫംഗ്ഷനാണ്. അതിൻ്റെ ഷേപ്പ് ഇതായിരിക്കും. കണ്ടോ, സി ഈക്വൽ ടു എ പ്ലസ് ബി വൈ എന്നുള്ള ഇക്വേഷൻ. എ എന്നുള്ളത് ഇൻ്റർസെപ്റ്റ്, ബി വൈ എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും ഇൻകം കൂടുന്നതനുസരിച്ച് കൺസംഷൻ കൂടുക. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടു. ഓക്കെ, ഇക്വേഷൻ ഇതാണ്. ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷനാണ്. ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷനാണ്. പിന്നെ നോൺ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പാണ് കൺസംഷനും ഇൻകവും തമ്മിലുള്ളത്. ഇതൊക്കെ നമ്മൾ കണ്ടു. കൺസംഷൻ ഈസ് എ ഫെയർലി സ്റ്റേബിൾ ഫംഗ്ഷൻ ഓഫ് ഇൻകം നമ്മൾ കണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഇന്നലെ എം ബി സി എന്താണെന്ന് നമ്മൾ കണ്ട്. പിന്നെ അതുപോലെ എം ബി സിയുടെ ഇക്വേഷൻ ഇതാണ്. എം ബി സിയുടെ വാല്യൂ ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. പിന്നെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഇന്നലെ ടേബിൾ വെച്ച് കണ്ടു. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് C/Y എന്നുള്ളതാണ്, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. പിന്നെ 2-3 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ ഇന്ന് കണ്ട ഇക്വേഷൻ ഇതാണ്. എ പ്ലസ് ബി വൈ, എ ഇൻ്റർസെപ്റ്റാണ്. എം ബി സി കോൺസ്റ്റൻ്റ് ആയിരിക്കും ത്രൂ ഔട്ട് എ ലീനിയർ കൺസംഷൻ ഫംഗ്ഷനിൽ. എ പി സി ഫോളോയിങ് ആയിരിക്കും. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും എ പി സി എം ബി സിയേക്കാളും കൂടുതലായിരിക്കും. കാരണം എന്താ, ഈ എയുടെ സാന്നിധ്യം കണ്ട്. സോ ബേസിക്കലി ഇറ്റ് വിൽ ബി എ നോൺ പ്രൊപ്പോർഷണൽ കൺസംഷൻ ഫംഗ്ഷൻ ദാറ്റ് ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം ഇൻ ദി ഷോർട്ട് റൺ. Okay, now after that we are coming to the saving function. We know that y is equal to c plus s. അല്ലേ, നമ്മൾ കൺസംഷൻ ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചു. ഇനി എന്താണ് സേവിങ് ഫംഗ്ഷൻ? അപ്പോൾ ആളുകളുടെ സേവിങ്സ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? സേവിങ്സ് ഇൻകത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സേവിങ്സ് ഫംഗ്ഷൻ എന്താണെന്ന് കാണാം. കൺസംഷൻ ഫംഗ്ഷനെ പോലെ അത്രയും അങ്ങ് പ്രധാനപ്പെട്ടതല്ല സേവിങ്സ് ഫംഗ്ഷൻ, എന്നപോലെ നമുക്കൊന്ന് കാണാം. ഓക്കെ, സേവിങ് ഈസ് ദ റെസിജ്വൽ കൺസംഷൻ ഫ്രം ഇൻകം. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ കൺസ്യൂം ചെയ്യാതെ ബാക്കി വെച്ചതാണ് ഏത് സേവിങ്സ്. റെസിജ്വൽ, മിച്ചമുള്ളതെന്ന് നമുക്ക് അതിനെ പറയേണ്ടി വരും. Okay, now S is equal to y minus c in the Keynesian system. S is a function of y on the otherwise savings is income determined. Okay, savings is income determined by income. Savings depends upon the propensity to save. Okay, or MBC S is equal to 1 minus MBC. നമ്മുടെ സി എന്ന് പറയുന്ന അല്ല, എസ് എന്ന് പറയുന്നത് y മൈനസ് സി ആണല്ലോ, അല്ലെങ്കിൽ y എന്ന് പറഞ്ഞാൽ സി പ്ലസ് എസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രമാത്രം കൺസ്യൂം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഓരോ പ്രാവശ്യം ഇൻകം കൂടുന്നതനുസരിച്ച് എം ബി സി. നമ്മൾ എത്രമാത്രം സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഓരോ പ്രാവശ്യം ഇൻകം കൂടുന്നതനുസരിച്ച് എം ബി എസ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ കൂടുമ്പോൾ സി യു എസും കൂടെ കൂടുമ്പോൾ വൈ കിട്ടുന്ന പോലെ എം ബി സിയും എം ബി എസും കൂടെ കൂടുമ്പോൾ കംപ്ലീറ്റ് ആവും. എന്ന് പറഞ്ഞാൽ വൺ ആവും. ഒരു സെക്കൻഡ്, ഞാനൊന്ന് ഷോർട്ട് ടാബ് എടുത്ത് കളയട്ടെ. ഓക്കെ, സോ എത്രയാവും? 1 ആവും. മാറ്റി വെക്കട്ടെ, 1 ആവും. ഓക്കെ, സോ എം ബി സി ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ബട്ട് ലെസ് ദാൻ 1. സോ യെസ്, നോ, ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്തു. Okay, so MBC is what we can say is less than 1 but greater than 0. അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞ് എം ബി സി ലെസ് ദാൻ 1-നും 0-ക്കും ഇടയ്ക്കാണ്. അങ്ങനെ എം ബി സി ഇസും 1-നും 0-ക്കും ഇടയ്ക്കായിരിക്കും. രണ്ടും കൂടെ കൂടുമ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രയും നമ്മൾ കൺസ്യൂം ചെയ്യാതിരുന്നോ അതിൻ്റെ ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യും? സേവ് ചെയ്യും. ഓക്കെ, സോ ഡെറിവേഷൻ ഓഫ് ദി സേവിങ് ഫംഗ്ഷൻ വി ആർ കമ്മിങ് ടു. y is equal to c plus s. നമുക്ക് എങ്ങനെയാണ് സേവിങ് ഫംഗ്ഷൻ കിട്ടുന്നത് നോക്കാം. ഇനി c is equal to a plus b y. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ എന്താ കൺസംഷൻ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ y is equal to c സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നമ്മളിവിടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? സിക്ക് പകരം a plus b y നമ്മൾ എഴുതി അല്ലേ, a plus b y എഴുതി. പ്ലസ് എന്തുകൂടെ എഴുതണം? s, കാരണം നമ്മൾ y ആണല്ലോ പറഞ്ഞത്. ഓക്കെ, സോ y is equal to c plus s, y is equal to a plus b y പ്ലസ് എസ്. കാരണം എന്താ, ഇത് ഈ സി തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എസ് എങ്ങനെയായിരിക്കും? എസ് ഈസ് ഈക്വൽ ടു വാട്ട് വി ഗെറ്റ് y മൈനസ് സി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഈ എസ് ഇങ്ങോട്ട് കൊണ്ടുവരണം, വൈ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എസ് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും, വൈ ഇങ്ങോട്ട് പോകുമ്പോൾ വൈയും മൈനസ് ആവും, ബാക്കിയെല്ലാം അതുപോലെ നിൽക്കും. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. എസ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് എസ് ആയി. ഓക്കെ, എ പ്ലസ് ബി വൈ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ മൈനസ് വൈ ആയി. അപ്പോൾ അങ്ങനെ മൈനസ് എസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ മൈനസ് വൈ എന്നുള്ളൊരു ഇക്വേഷൻ നമുക്കിവിടെ കിട്ടി. കണ്ടോ, മൈനസ് എസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ മൈനസ് വൈ. ഇനി നമ്മളിതിനെ എസിനെ പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്യണമെന്നറിയോ?
എല്ലാത്തിനെയും മൈനസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടോ നമ്മൾ എസ് ഈസ് ഈക്വൽ ടു -a - by പ്ലസ് വൈ, കാരണം മൈനസിനെ മൈനസ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തപ്പം പ്ലസ് കിട്ടി. എസ് എന്തായി? എസ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മൈനസ് എസ് എന്ന് പറയുന്ന സംഭവം എന്തായി? മൈനസ് എസ് പ്ലസ് ആയി മാറി. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. പിന്നെ നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്യുക. എന്താണ്? വൈ ഇങ്ങോട്ട് കൊണ്ടുവരിക. കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി എന്താണ്, രണ്ടിടത്തും വൈ ഉണ്ട്, കോമൺ ഫാക്ടറാണ്. അപ്പോൾ കോമൺ ഫാക്ടർ വൈ പുറത്തെടുക്കുമ്പോൾ ഈ വൈയുടെ സ്ഥാനത്ത് 1 ഇൻറ്റു വൈ, പിന്നെ ഇവിടെ ബിയുടെ സ്ഥാനത്ത് വൈ ഉണ്ടായിരുന്നു, ബി ഇൻറ്റു വൈ ബി വൈ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അൾട്ടിമേറ്റ്ലി ഇക്വേഷൻ കിട്ടും. എസ് ഇസ് ഇക്വൽ ടു -a അവിടെ തന്നെ ഉണ്ടായിരുന്ന -a പ്ലസ് 1 - b ഇൻറ്റു വൈ. ദിസ് ഈസ് ദ സേവിങ് ഫംഗ്ഷൻ. എന്താണ്? ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്യാൻ നോക്കട്ടെ. ഡിലീറ്റ് ചെയ്തു. ഓക്കെ, സോ എ സി ഇസ് ഇക്വൽ ടു -a പ്ലസ് 1 - b ഇൻറ്റു വൈ. 1 - b ഈസ് എം ബി എസ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എം ബി സി ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എം ബി സി പ്ലസ് എം ബി എസ് ഈസ് ഇക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ എം ബി എസ് ഈസ് ഇക്വൽ ടു 1 - എം ബി സി അല്ലെങ്കിൽ 1 - b. സോ 1 - b ഈസ് വാട്ട് വി ക്യാൻ സേ എം ബി എസ്. 1 - b ഈസ് എം ബി എസ്. ഓക്കെ, നൗ സിൻസ് ബി ഈസ് എം ബി സി, കാരണം ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എം ബി സി ആണ്. എം ബി സി പ്ലസ് എം ബി എസ് പ്ലസ് എം ബി സി ഈസ് ഇക്വൽ ടു 1. എം ബി എസ് പ്ലസ് എം ബി സി ഈസ് ഇക്വൽ ടു 1. പോസിറ്റീവ് എ ഇസ് ദ കൺസംഷൻ ഫംഗ്ഷൻ. അത് ഇവിടെ വരുമ്പോഴല്ലോ, ഇവിടെ വരുമ്പോൾ സേവിങ് ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കും മൈനസ് ചെയ്യാം. കാരണം എന്താ, നമ്മൾ ഒരു ഇൻകം സീറോ ആകുമ്പോൾ കൺസംഷൻ എത്രയായിരിക്കും? എ ആയിരിക്കും. അങ്ങനെ നമ്മൾ സേവിങ്സ് എത്രയായിരിക്കും? സേവിങ്സിൽ നിന്ന് എടുത്ത് കൺസ്യൂം ചെയ്യുക. സേവിങ്സിൽ നിന്ന് എടുത്ത് നമ്മൾ കൺസ്യൂം ചെയ്യുക. അപ്പോൾ എത്രമാത്രം കൺസംഷൻ ഉണ്ടോ അത്രമാത്രം മൈനസേ വരും ഇൻകം സീറോ ആണെങ്കിൽ. അപ്പോൾ ഇൻകം സീറോ ആണെങ്കിൽ ഓട്ടോണമസ് കൺസംഷൻ എ ആണെങ്കിൽ അന്ന് ആ സമയത്ത് സേവിങ്സ് മൈനസ് ആയിരിക്കും. 40 രൂപ ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? -40 ആയിരിക്കും. ഇൻകം എത്രയായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പം ഓട്ടോണമസ് കൺസംഷൻ്റെ വാല്യൂ 40 ആണെങ്കിൽ സേവിങ്സിൻ്റെ വാല്യൂ -40 ആയിരിക്കും. അതാണ് ഇവിടെ നമ്മൾ മൈനസ് എന്ന് പറയുന്നത്. പ്ലസ് 1 - b by. ഓക്കെ, this is because autonomous consumption means consumption without income or de-savings. What is that? It is de-saving. De-savings is S plus S minus savings. Okay, now പിന്നെ പ്രോബ്ലം ഒക്കെ നിങ്ങൾ ചുമ്മാ ചെയ്ത് നോക്കിയാൽ മതി. നെറ്റ് എക്സാമിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? നമ്മളെ കൺസംഷൻ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യുമ്പോഴത്തേക്കും വൈ നമ്മളൊരു ഒരു ഷെഡ്യൂൾ വരയ്ക്കുക. കൺസംഷനും അതുപോലെ ഇൻകവും തമ്മിലുള്ള ബന്ധം എ പി സിയുടെയും എം ബി സിയുടെയും പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത് 0, 50, 100, 200, 300, 400 സ്വന്തമായിട്ട് ചെയ്യണം. പിന്നെ എല്ലായിടത്തും എക്ക് 20 വെച്ച് കൊടുക്കുക. അപ്പോൾ ഓക്കെ, പിന്നെ നമ്മൾ എം ബി സി .8 കൊടുക്കുക. പിന്നെ ബി വൈ എന്ന് പറഞ്ഞാൽ എന്താ? എം ബി സി ഇൻറ്റു വൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 50 × 8 ആയിരിക്കും. അപ്പോൾ 100 × 0.8 ആയിരിക്കും. 8 അല്ല 0.8 കേട്ടോ, 80. അങ്ങനെ അങ്ങ് പൊക്കമാണ്. ഏത്? എം ബി സിയും ബിയും കൂടെ. പിന്നെ സി മൾട്ടി. സി എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി വൈ ആണ്. എ എത്രയാണ്? 20. അപ്പോൾ സി എത്രയാണ്? 20. 0 അവിടെ. പിന്നെ 20, 40 കൂടെ 60. ഇപ്പം എ പ്ലസ് ബി വൈ ആണല്ലോ ഏത്? കൺസംഷൻ. ശരിയല്ലേ? അപ്പോൾ സി എത്രയായിരിക്കും? എ പ്ലസ് ബി വൈ. എ പ്ലസ് ബി വൈ. എ പ്ലസ് ബി വൈ ഉണ്ടോ? എ പ്ലസ് ബി വൈ. ഇനി എ പി സി എന്താണ്? സി ബൈ വൈ ആണ്. സി ഇതാണ്ട് കിടക്കുന്നു, വൈ ഇതാണ്ട് കിടക്കുന്നു. സി എത്രയാണ്? 20 ഡിവൈഡ് ബൈ 0. സി എത്രയാണ്? 20. 60 ഡിവൈഡ് ബൈ 50. സി എത്രയാണ്? 260 ഡിവൈഡ് ബൈ 300. അപ്പോൾ നമുക്കിങ്ങനെ വാല്യൂ കിട്ടിക്കൊണ്ടിരിക്കും. എ പി സി കുറയാണ്. എം പി സി നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് അസൈൻ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മളൊരു കൺസംഷൻ ഫംഗ്ഷൻ നമ്മൾ ഔട്ട് ഓഫ് നത്തിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? കൺസംഷൻ ഫംഗ്ഷൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്വയം മനസ്സിലാക്കുകയാണ്. സ്വയം മനസ്സിലാക്കി കഴിഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുക. അല്ലെങ്കിൽ നമുക്കൊന്ന് ഡിറൈവ് ചെയ്യാൻ നമ്മളോട് ചോദിക്കുക, ഷെഡ്യൂൾ വെച്ച് അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കൺസംഷൻ ഫംഗ്ഷൻ വളരെ ഈസി ആയിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്യാൻ നോക്കട്ടെ. ഡിലീറ്റ് ചെയ്തോളൂ, അന്ന് ഡിലീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണ്. ആദ്യമേ നമ്മൾ വൈ വെക്കണം, പിന്നെ ഒരു എ വെക്കണം, പിന്നെ എം ബി സി വെക്കണം. ബാക്കിയെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. ബി വൈ നമുക്ക് കിട്ടും, സി കിട്ടും, എ പി സി എല്ലാം നമ്മൾ ഇത്രയും വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടുന്നത് ഞാനിപ്പം പറഞ്ഞത് നിങ്ങൾ ഓർത്തിരിക്കണം. ദെൻ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദി കൺസംഷൻ. ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ദ നേച്ചർ ആൻഡ് പൊസിഷൻ ഓഫ് കൺസംഷൻ. There are subjective factors and psychological factors and objective or institutional factors. According to subjective factors are stable. It is subjective factors which cause shift in the consumption function. ഇനി എന്താണ് സബ്ജക്റ്റീവ് ഫാക്ടർ, എന്താണ് ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്നൊക്കെ നിങ്ങൾ യു ജിയിൽ അല്ലെങ്കിൽ ഗ്രാജുവേഷനിൽ പഠിച്ചതാണ്. ഓക്കെ, ഇനി അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ തന്നെ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിൽ പഠിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞു തരുന്നുള്ളൂ.
ഓക്കെ. അപ്പോൾ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് നിങ്ങൾ വായിക്കുക. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം, കെയ്നീഷ്യൻ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട്. ഇത് പല രീതിയിൽ നമുക്ക് പഠിക്കാം. ഞാനിവിടെ വളരെ ബ്രീഫായിട്ട് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് പല ആംഗിളിൽ പല മോഡലിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഞാനൊരു ഇൻട്രഡക്ഷൻ നിലയ്ക്ക് വെറുതെ ഒരു ഇൻട്രഡക്ടറി ടൈപ്പ് എന്ന നിലയ്ക്ക് ഒരു ജസ്റ്റ് ഒരു നാരേഷൻ മാത്രം എടുത്തരും. ദ ഫസ്റ്റ് സിസ്റ്റമാറ്റിക് തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഈസ് ദാറ്റ് പുട്ട് ഫോർവേഡ് ബൈ ജെയിംസ് കെയ്ൻസ്. ബേസിക് പ്രപ്പോസിഷൻ ഓഫ് കെയ്ൻസ് തിയറി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇക്കോണമിക്സ് അഗ്രിഗേറ്റ് എഫക്റ്റീവ് ഡിമാൻഡ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കെയ്നീഷ്യൻ തിയറി ക്ലാസിക്കൽ തിയറി എങ്ങനെ വ്യത്യാസമാണെന്ന് പറഞ്ഞത്. ക്ലാസിക്കൽ തിയറിയിലെ എംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടും എല്ലാം നമ്മൾ കണ്ടു. എങ്ങനെയാണ്? ഇതാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? എം ബി എല്ലിൽ കിട്ടും. കാരണം ലേബർ ഇവിടെ കൂടിക്കൊണ്ടിരിക്കും, ഇവിടെ ലേബർ കൂടിക്കൊണ്ടിരിക്കും. ഈ എം ബി എല്ലിൽ നമുക്ക് എന്ത് കിട്ടും? ഡിമാൻഡ് ഫോർ ലേബർ കിട്ടും. ഇനി ഡിമാൻഡ് ഫോർ ലേബറിൽ സപ്ലൈ ഓഫ് ലേബറും കൂടെ കിട്ടും. എന്ത് കിട്ടും? നമുക്ക് എത്രമാത്രം എംപ്ലോയ്മെൻറ്റ് കിട്ടും. ഇത് ഇക്വിലിബ്രിയം വേജ് റേറ്റ് ആണ്. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. സോ ദ ക്ലാസിക്കൽ തിയറി ഓഫ് പ്രൊഡക്ഷൻ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് ഓവർ with this type of explanation. Okay, but Keynesian theory is entirely different. He says that employment doesn't depend upon the wage rate. It depends upon what the aggregate effective demand. The total employment in the economy not depends upon just the wage rate but on and decisively on aggregate effective demand. അപ്പോൾ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ കൂടും, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും, എംപ്ലോയ്മെൻറ്റ് കൂടും, ഔട്ട്പുട്ട് കൂടും. ഇതാണ് കെയ്നീഷ്യൻ വേർഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ തിയറി അദ്ദേഹം കൊണ്ടുവന്നു. ദ കെയ്നീഷ്യൻ ഷോർട്ട് അനാലിസിസ് ഓഫൻ റെഫേർഡ് as demand deficiency theory because it attributes unemployment to lack of effective demand or to a deficit outplay on consumption and investment. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിലുണ്ടല്ലോ, എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഡിമാൻഡാണ്. കോമ്പണൻ്റ് ആണ് ഒരു 2 സെക്ടർ മോഡൽ, 3 തരത്തിലുള്ള ഡിമാൻഡാണ് ഒരു 4 സെക്ടർ മോഡൽ. അല്ലെങ്കിൽ നമ്മൾ എക്സ്പോർട്ടും കൂടെ കൂടുമ്പോൾ, നെറ്റ് എക്സ്പോർട്ടും കൂടെ കൂടുമ്പോൾ അവിടെ അടുത്ത കോമ്പണൻ്റായി 4 സെക്ടർ മോഡൽ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഡിമാൻഡിനെ കുറിച്ചുള്ള ഡിമാൻഡിന് സ്ട്രെസ് കൊടുത്തിട്ടുള്ള മോഡലാണ് കെയ്നീഷ്യൻ മോഡൽ. അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കാരണം എഫക്റ്റീവ് ഡിമാൻഡ് കുറയുന്നതാണ് കെയ്നീഷ്യൻ കോണ്ടെക്സ്റ്റിൽ. ബൈ കൗണ്ടറിംഗ് ദി ക്ലാസിക്കൽ ആർഗ്യുമെൻറ്റ് കെയ്ൻസ് propounded that equilibrium level of output in the economy may not be necessary at full employment. ഒരു കാരണവശാലും എന്താണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എവിടെ വരണമെന്നില്ല, ഫുൾ എംപ്ലോയ്മെൻറ്റ് വരണമെന്നില്ല. ഇത് YF ആണെങ്കിൽ ഇവിടെയാണ് ഇക്വിലിബ്രിയം നടക്കുന്നത്. ദിസ് ഈസ് ദ എഫക്റ്റീവ് ഡിമാൻഡ്, ദ ഡിമാൻഡ് വിച്ച് മേക്സ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ. സോ ഹിയർ ഓൺലി വൈ ഈ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഈസ് ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ഈസ് ദയർ. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് തൊഴിൽ കിട്ടുള്ളൂ, ഇത്രയും ആൾക്കാർക്ക് തൊഴിൽ കിട്ടില്ല, ഇത്രയും ആൾക്കാർക്ക് തൊഴിൽ കിട്ടുമ്പോഴാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് വരുന്നത്. പക്ഷേ അവിടത്തേക്ക് ഇക്വിലിബ്രിയം എന്തൊന്നുമില്ല, എഫക്റ്റീവ് ഡിമാൻഡ് കൂടിയില്ല. ഇവിടെയാണ് ഇക്വിലിബ്രിയം നടക്കുന്നത്, ഇവിടെയല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നടന്നാൽ മാത്രമേ എന്തുള്ളൂ ഫുൾ എംപ്ലോയ്മെൻറ്റ് വരും. ഇത്രയും ആയിട്ട് എന്ത് സംഭവിക്കും? അൺഎംപ്ലോയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. ഇത് ഒരു അണ്ടർഎംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ശരിയല്ലേ? അവിടെയും ഇക്വിലിബ്രിയം പോസിബിളാണ്. ക്ലാസിക്കൽ തിയറി പറഞ്ഞത് ഇവിടെ മാത്രമേ ഇക്വിലിബ്രിയം പോസിബിൾ ആണ്. ഇവിടെ വരാം, എവിടെ വേണമെങ്കിലും വരാം. സോ അണ്ടർഎംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയമാണ് ശരിക്കും ഉള്ളത്. അത് ജനറലായിട്ടുള്ളതെന്നാണ് കെയ്നീഷ്യൻ തിയറിയുടെ ഒരു കോണ്ടെക്സ്റ്റ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ കെയ്നീഷ്യൻ തിയറി നമ്മൾ മനസ്സിലാക്കണം. ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്യാനുള്ള ലിങ്ക് എവിടെ പോയി? എവിടെയോ ഉണ്ടായിരുന്നു. ഒരു സെക്കൻഡ് വന്നു. Okay, so by countering the classical argument, Keynes propounded that equilibrium level of output in the economy may not necessarily be at full employment. It can be at less than full employment. In the Keynesian analysis, equilibrium employment output is where aggregate demand is equal to aggregate supply, irrespective of the level of employment associated. ഞാൻ ആ ഡയഗ്രം ഒന്നുകൂടെ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഡിമാൻഡ്. പോട്ടെ, അത് വരയ്ക്കുന്നില്ല, ഇച്ചിരി നന്നായിട്ട് വരയ്ക്കാം. ഡിലീറ്റ് ചെയ്യണേ. ഓക്കെ, നമ്മൾ ഇച്ചിരി വൃത്തിയായിട്ട് വരയ്ക്കാം. ശ്രദ്ധിച്ച് വരച്ചാൽ മതി. ഉണ്ടോ? ഇതാണ് നമ്മുടെ സപ്ലൈക്കാർ, അഗ്രിഗേറ്റ് സപ്ലൈക്കാർ. ഇതാണ് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. ഇവിടെ ഇക്വിലിബ്രിയം നടക്കും. നമ്മൾ വിചാരിക്കുക ഇവിടെയാണ് നമ്മുടെ ഫുൾ എംപ്ലോയ്മെൻ്റ് എങ്കിൽ എവിടെ വേണമെങ്കിലും എന്ത് നടക്കാം? ഇക്വിലിബ്രിയം നടക്കാം. ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? അഗ്രിഗേറ്റ് ഡിമാൻഡ്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയാണ് വേർ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ. ഇക്വിലിബ്രിയം നടക്കുന്ന ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ഇവിടെ ഔട്ട്പുട്ട്, ഇവിടെ എംപ്ലോയ്മെൻറ്റ് എവിടെയായിരിക്കും എന്നറിയോ? എവിടെയാണോ അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈയുമായി, ഇതാണ് അഗ്രിഗേറ്റ് സപ്ലൈ, ഈക്വൽ ആകുന്നത്. ഇതേയാണ്. ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ അല്പം കൂടെ അഗ്രിഗേറ്റ് ഡിമാൻഡാണ്, ഇത് പോയിൻറ്റ് ബി ആണ്. അല്പം കൂടെ എംപ്ലോയ്മെൻറ്റ് കിട്ടി, അല്പം കൂടെ ഔട്ട്പുട്ട് കിട്ടി. ഇതിന് അടുത്ത് വേണമെങ്കിൽ ഇവിടെ സി ആകാം. മനസ്സിലായല്ലോ? നമ്മൾ ശരിക്കും ഡി ആകുമ്പോഴാണ്
aggregate supply, aggregate demand കൂടെ എവിടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവലിൽ വരുന്നത്. അപ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവലിൽ വന്നില്ലെങ്കിൽ ഇക്ലൂറി എവിടെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ എല്ലാം ഇക്ലൂറി ഉണ്ട്. ആസ് ഫാർ ആസ് aggregate demand is equal to aggregate supply, there can be equilibrium in the economy, but it need not be at a full employment level. Okay, it may be less than full employment level, or you can call it as what, underemployment equilibrium. In other words, equilibrium level of employment is possible at less than full employment situation. Most significantly, Keynes has said that full employment of labor and other resources is a rare possibility. This is what this is the way in which Keynes differed from the classicals. He said that full employment labor and other resources is a rare possibility. Full employment is a rare possibility, and thus equilibrium level of income is consistent with underemployment. Sometimes equilibrium level of output and employment, output can be consistent, output and income can be consistent with underemployment. Thus Keynes envisaged underemployment as a normal situation for any economy, with both in the short run and in the long run. Short run and long run equilibrium എന്തിൻ്റെ കൂടെ വരാം, അണ്ടർഎംപ്ലോയ്മെൻറ്റ് കൂടെ വരാം. നോ, ഇനി നമ്മൾ Keynesian കോൺസെപ്റ്റ് ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എഫക്റ്റീവ് ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആ എഫക്റ്റീവ് ഡിമാൻഡ് കൂടുവാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കൂടും, കുറയുവാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. ഫുൾ എംപ്ലോയ്മെൻറ്റ് വരാൻ നമ്മൾ എന്ത് കൂട്ടിയാൽ മതി, എഫക്റ്റീവ് ഡിമാൻഡ് കൂട്ടിയാൽ മതി. എന്താണ് എഫക്റ്റീവ് ഡിമാൻഡ്? ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി Keynesian theory of employment is the principle of effective demand. Effective demand represents total expenditure on what? Consumption and capital, goods or investment, C plus I. Okay, when you are having a two-sector model, so when on the other hand having a three-sector model, the other expenditure components becomes G, and in the 4 sector model where there is external sector, the fourth component becomes net export, X minus M, that adds to what? Domestic expenditure or effective demand. So there can be different components of what? Effective demand depending upon the number of sectors you are having. Okay, here it is a two sector model. The two components of aggregate expenditure or effective demand are C and I, and becomes C, I and G in the case of three sector model, and it becomes much broader, 3C plus I plus G plus X minus M when you are having a 4 sector model with the entry of the fourth sector, that is external sector. Now what is effective demand? That is an important thing which we are going to derive. ഒരു സെക്കൻഡ് effective demand നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. So effective demand which we are going to define now. Effective demand is that level of demand where aggregate supply is equal to aggregate demand. Okay, aggregate supply is equal to aggregate demand. What is effective demand? Effective demand is that level of demand which makes aggregate demand equal to aggregate supply. അപ്പോൾ എന്താണ് എഫക്റ്റീവ് ഡിമാൻഡ്? ഇതാണ് എഫക്റ്റീവ് ഡിമാൻഡ്. ഇതാണ് എഫക്റ്റീവ്. ഈ പോയിന്റ് ഇയിലാണ് എഫക്റ്റീവ് ഡിമാൻഡ്. ഇവിടെയല്ല, ഇതൊരു ഡിമാൻഡ് കർവാണല്ലോ. ഇവിടെയല്ല എഫക്റ്റീവ് ഡിമാൻഡ്, ഇത് സപ്ലൈ കർവാട്ടോ. ഇത് ഡിമാൻഡ് കർവ്. ഇവിടെയല്ല എഫക്റ്റീവ് ഡിമാൻഡ്, ഇവിടെയല്ല എഫക്റ്റീവ് ഡിമാൻഡ്, ഇവിടെയല്ല. ഈ പോയിന്റിലാണ് എഫക്റ്റീവ് ഡിമാൻഡ്. ആ പോയിന്റ് പ്രത്യേകത പോയിന്റ് വേർ aggregate demand is equal to aggregate supply. So this is the effective demand. You raise the effective demand to E dash, you can get more employment, you can have more income. Okay, so raising the effective demand is the solution to increase the level of employment and income in the economy. Then once more, what is effective demand? Effective demand is that level of demand where aggregate supply is equal to aggregate demand. Hence aggregate demand function and aggregate supply function are the determinants of effective demand. അപ്പോൾ എഫക്റ്റീവ് ഡിമാൻഡ്സിനെ ശരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്ന എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും കൂടെ കൂട്ടിമുട്ടി എന്നുള്ള ഇതിൽ രണ്ടും കൂടെ കൂടിയാണ് എഫക്റ്റീവ് ഡിമാൻഡ് തീരുമാനിക്കുന്നത്. ഇനി എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്താണ് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഡിമാൻഡ് ഫംഗ്ഷനാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഇതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ. മനസ്സിലായല്ലോ. ബാക്കിയൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ പോലും പഠിച്ചിട്ടുള്ള, ഡിഗ്രി പോലും പഠിച്ചിട്ടുണ്ട്. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഒത്തിരി ടോപ്പിക്ക് പഠിക്കാനുള്ള സമയം കളയുന്നില്ല. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ദിസ് ഈസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഇറ്റ് വിൽ സ്ലോപ്പ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് ദിസ് ഈസ് അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ. തിരിച്ചു പോയേക്കരുത്. മനസ്സിലായല്ലോ. ഇത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ. Now what is aggregate supply function? It looks like that, the schedule of the minimum process required to induce entrepreneurs to give varying amount of employment is called aggregate supply. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൈസ് ലെവൽ. അതിനനുസരിച്ച് എന്ത് സംഭവിക്കും? എൻ്റർപ്രൈസ് അല്ലെങ്കിൽ എൻ്റർപ്രൈസസ് സപ്ലൈ കൊടുക്കും. അപ്പോൾ ഔട്ട്പുട്ട് കൂടിക്കൊണ്ടിരിക്കും പ്രൈസ് കൂടുന്നതനുസരിച്ച്. അപ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ നമുക്ക് അങ്ങനെ കിട്ടി. ഇനി എഫക്റ്റീവ് ഡിമാൻഡ് എന്താണെന്ന് നമുക്കറിയാം. ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ,
ഇതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അവിടെ പോയിൻറ്റ് ഇ എന്ന് പറയുകയാണെങ്കിൽ ആ പോയിൻറ്റ് ഇയിലായിരിക്കും അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇത്ര ഔട്ട്പുട്ട് കാണും, ഇത്രയായിരിക്കും ലെവൽ ഓഫ് പ്രൈസസ്. ഓക്കെ, ഈ നമ്മൾ കണ്ടു എഫക്റ്റീവ് ഡിമാൻഡിനെ കുറിച്ച് ഒരു ചെറിയ എക്സ്പ്ലനേഷനും കൂടെ. എഫക്റ്റീവ് ഡിമാൻഡ് ഇസ് സി പ്ലസ് ഐ ഇക്വൽ ടു അഗ്രിഗേറ്റ് ഇൻകം. ഓക്കെ, ഇനി നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സെക്കൻഡ്, ഓക്കെ, ദാറ്റ് ഈസ് ദ പോസിബിലിറ്റി ഓഫ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വലിബ്രിയം ഇൻ ദ കെയ്നീഷ്യൻ അനാലിസിസ്. അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വലിബ്രിയം അവിടെ കാണും. അപ്പോൾ ഇവിടെ നമ്മളൊരു ഡയഗ്രാം കൊടുത്തേക്കുക. ഇതാണല്ലോ അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഈ AD1 വരുമ്പോഴാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് കണ്ടോ, പോയിൻറ്റ് ഇ കണ്ടോ, E1 കണ്ടോ, അവിടെ വരുമ്പോഴാണ് LF എന്ന് പറഞ്ഞ ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഇവിടെ LF നിങ്ങൾക്ക് കാണാൻ പറ്റിയാലായിരിക്കും, അത് F ആട്ടോ, LF. ഇത് നിലവിലുള്ള ഇക്വലിബ്രിയം. നിലവിലുള്ള ഇക്വലിബ്രിയം E ആണ്. എന്താണ്? E ആണ്. അവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് AD ആണ്. പക്ഷേ അവിടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇല്ല, കാരണം ഫുൾ എംപ്ലോയ്മെൻറ്റ് ഹാപ്പൻസ് ഓൺലി അറ്റ് LF. What is the current level of employment? LE. Where it happens corresponding level of equilibrium at E, where the level of aggregate demand, where effective demand, where aggregate demand is equal to aggregate supply. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് അഗ്രിഗേറ്റ് സപ്ലൈ കാരണം നമ്മൾ വിചാരിക്കുക. ഇനി നമ്മൾ നേരെ തിരിച്ച് ഇവിടെ നമ്മൾ അല്പം കൂടെ എംപ്ലോയ്മെൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിതാ ഫുൾ എംപ്ലോയ്മെൻറ്റ് റിയലൈസ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ബട്ട് നോ, ഇറ്റ് വിൽ ബി എ റയർ സിറ്റുവേഷൻ. This will be a rare situation. Rare. Delete ചെയ്യട്ടെ. Rare എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. This will be rare situation. Rare situation. This is the normal situation. What you will call for that normal situation? It is underemployment equilibrium. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, നേരെ മുമ്പ് പറഞ്ഞല്ലോ, ഇക്വലിബ്രിയം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വലിബ്രിയത്തിന് അവിടെ പോസിബിലിറ്റി ഉണ്ട്. നോർമൽ സിറ്റുവേഷൻ അണ്ടർ എംപ്ലോയ്മെൻ്റ് ആയിരിക്കും എന്നീ ഡയഗ്രത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഇതിൻ്റെ സഹായത്തോടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഇനി എന്താണ് കൺസംഷൻ ഫംഗ്ഷൻ എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എലാബറേറ്റ് ചെയ്ത് അവിടെ പറഞ്ഞിട്ടുള്ളൂ. കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ. ബാക്കി കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞ സേവിങ് ഫംഗ്ഷൻ നമ്മൾ സേവിങ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കാണ്. ഇക്വലിബ്രിയം ഒക്കെ നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വലിബ്രിയം അതൊക്കെ നിങ്ങൾ കണ്ടതായതുകൊണ്ട് ഞാൻ അത്രയും ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഡയഗ്രത്തിലേക്ക് മാത്രം വരാം. ഇതുകൊണ്ടോ y = C പ്ലസ് ഇൻകം ലൈൻ, അല്പം ചെറുതാകട്ടെ, y പ്ലസ് C, y = C പ്ലസ് S എന്ന് പറയുന്ന ഇൻകം ലൈൻ കണ്ടോ. പിന്നെ അവിടെ ഇതാ കൺസംഷൻ്റെ ലൈൻ. പിന്നെ അടുത്ത കോമ്പണൻ്റ് ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതെന്തായിരിക്കും? I ആയിരിക്കും. കാരണം എന്താ, ഇത് C പ്ലസ് I ആണ്. ഇതെന്താണ്? C = A പ്ലസ് BY എന്ന് പറയുന്നത് ഇത് കൺസംഷനാണ്, ഇത് കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കൺസംഷൻ ഈ ഇവിടെ 425 രൂപ, ഇൻവെസ്റ്റ്മെൻറ്റ് 75 രൂപ, മൊത്തം എത്രയായിരിക്കും ലെവൽ ഓഫ് ഇൻകം, എഫക്റ്റീവ് ഡിമാൻഡും എല്ലാം 500 rupees ആയിരിക്കും. ഇതിനു വേണ്ടി നിങ്ങൾ അവിടെ ഒരു അപ്പോൾ അങ്ങനെ അവിടെ സേവിങ്സ് എത്രയായിരിക്കും? ഇവിടെ നിന്ന് നേരെ താഴോട്ടൊരു വര വരയ്ക്കും കേട്ടോ. ഇത് ഞാൻ തന്നെ വരച്ച ഡയഗ്രാം, അതുപോലെ തന്നെ ബുക്കിൽ നിന്ന് ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഇട്ടേക്കുന്ന. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് വരച്ചെഴുതി ഇട്ടേക്കുന്ന കേട്ടോ. അങ്ങനെ ഇട്ടേക്കുന്ന പുതിയ വരയ്ക്കാനുള്ള മടി കൊണ്ട് അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് 75 ഇക്വലിബ്രിയത്തിൽ AC = I എന്ന് നമുക്കറിയാലോ. അപ്പോൾ AC = I ഇവിടെ 75 കണ്ടോ, 75 കണ്ടോ സേവിങ്സ്. B കണ്ടോ, -B ആണ്, ഇത് CAS കണ്ടോ, മൈനസാണ്, മൈനസ് ഇടാൻ വിട്ടുപോയാൽ. ഇവിടെ എന്താണ് A എത്രയാണ്? A ഉണ്ടോ 50, 50ന് പകരമായിട്ട് ഇവിടെ ഉണ്ട് -S. ഇതൊക്കെ നമുക്കറിയാലോ, പഠിച്ചിട്ടുള്ളതല്ലേ. ഓക്കെ, പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടി, അതായത് y = C എന്ന് പറയുന്ന ഏരിയയിൽ S 0 ആയിരിക്കും. അതെവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ 200 എന്നൊക്കെ പറഞ്ഞ് വിചാരിക്കാം. അപ്പോൾ ഈ ഡയഗ്രം നിങ്ങളൊന്ന് നോക്കണം. വലിയ ഭയങ്കര സംഭവമൊന്നുമല്ല. ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഡിഗ്രി പഠിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ലോജിക്കൊക്കെ ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഈ ഡയഗ്രാം ഇങ്ങനെ പരീക്ഷയ്ക്ക് ഒരു ബേസിക്കായിട്ട് കെയ്നീഷ്യൻ മോഡൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മാത്രം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എത്രയായിരിക്കും ഇൻകം എന്നുള്ള കാര്യം. ഇൻകം എന്താണ്? C + S ആണ്. അപ്പോൾ അതെങ്ങനെ കിട്ടുന്നതെന്നൊക്കെ ഈ ഡയഗ്രത്തിൽ കൂടെ പറയുന്നത്. എക്സ്പ്ലനേഷൻ നിങ്ങൾ തന്നെ നടത്തേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് കെയ്നീഷ്യൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ പല വേർഷൻസ്, കെയ്നീഷ്യൻ ഫിക്സഡ് പ്രൈസ് മോഡൽ, കെയ്നീഷ്യൻ ഫ്ലെക്സിബിൾ പ്രൈസ് മോഡൽ എല്ലാം നമ്മൾ പറയേണ്ടതുണ്ട്. അത് നമ്മൾ പിന്നീട് പറയുന്നതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് എലാബറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യങ്ങൾ ഇവിടെ കിട്ടിയെന്ന് തോന്നുന്നു. അത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ പിടി കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്നതാണല്ലോ, നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നൗ കെയ്നീഷ്യൻ കോൺസെപ്റ്റ് അബൌട്ട് ദ പ്രൈസ് സ്റ്റിക്കിനെസ്. One major difference between Keynes and classical was about wage rigidity. For the classical, wage price flexibility ensures employment in the economy. Similarly, it avoids a glut in the market. Okay, ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് അറിയാം, ക്ലാസിക്കൽസ് പറഞ്ഞു എംപ്ലോയ്മെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട്? റിയൽ വേജ് റേറ്റ്.
അല്ലേ? if people are ready to accept a wage rate which is equal to its marginal productivity, there cannot be any unemployment in the labor market എന്നാണ് പിഗു പറഞ്ഞിരിക്കുന്നത്. പിഗുവിൻ വേർഷൻ ഓഫ് സീസ് ലോ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയും, പ്രൈസസ് ഫ്ലെക്സിബിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഫുൾ എംപ്ലോയ്മെൻ്റ് ആകും. പ്രൈസസ് വേജസും ഒക്കെ, പ്രൈസസ് ആൻഡ് വേജസ്, നോട്ട് ജസ്റ്റ് പ്രൈസസ്, വേജസ്, ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ലേബർ മാർക്കറ്റ്. വേജസ് ഫ്ലെക്സിബിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കും. വേജ് റിജിഡിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, if people are not ready to take a reduced wage rate, reduced wage rate cannot be introduced, so that people, the enterprise cannot increase the level of employment. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം വേജസ് ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ അല്ലാത്തതുകൊണ്ട് എന്തുണ്ടാവില്ല? ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാകില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വേജ് ഫ്ലെക്സിബിലിറ്റി ക്ലാസിക്കൽസ് പറയുന്നത്, ക്ലാസിക്കൽ ഇക്കോണമിക്സ് ആർഗ്യൂ ദാറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദി ഇക്കോണമി ഹാപ്പൻസ് വെൻ ദ വേജസ് ആർ റിജിഡ്. For them, unemployment can be removed when labor is ready to accept wage rate in accordance with the marginal productivity. എല്ലാം നമ്മൾ പറയുന്ന മാർജിനൽ പ്രൊഡക്ടിവിറ്റി, ലേബർ, WIP, ഇതൊക്കെ പഴയ മോഡലിൽ നമ്മൾ പഠിച്ചതുകൊണ്ട് ഒന്നും നമ്മൾ നോക്കുന്നില്ല. Pigu's formulation of the Say's law, wage flexibility, how it ensures in the ensures full employment in the labor market. അതുകൊണ്ട് demand for labor, supply of labor, suppose that supply of labor increases, what happens? Wage rate may come down, so there is adjustment. WP എല്ലാം നമ്മൾ പറഞ്ഞാണ്. കെയ്നീഷ്യൻ ആർഗ്യുമെൻ്റ് എന്താണ്? കെയ്ൻസ് ആർ വേജസ് ആർ ഡൗൺവേർഡ് റിജക്റ്റഡ്. കെയ്ൻസ് പറഞ്ഞു വേജസ് കൂട്ടാൻ പറ്റും പക്ഷെ കുറയ്ക്കാൻ പറ്റില്ല. കാരണം എന്താ? ദർ ക്യാൻ ബി ട്രേഡ് യൂണിയൻസ്. വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഒരു കാരണവശാലും മെൻഷർ ചെയ്യാൻ പറ്റുമല്ല. കാരണം ട്രേഡ് യൂണിയൻസ് ഉണ്ട്. രണ്ട് വേജസ് ആർ ഡൗൺവേർഡ് റിജക്റ്റ്, കൂട്ടാൻ പറ്റും കുറയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അക്കോർഡിംഗ് ടു കെയ്ൻസ് വേജസ് cannot be increased, can be increased but cannot be decreased. Similarly, trade unions, hence the classical method of ensuring full employment, what? By reducing wage rate, is not possible according to Keynes. Keynes also criticized that classical and full employment. He proved that full employment depends upon effective demand and not wage flexibility. ഞാൻ പറഞ്ഞ എന്താണ്? ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്തിനെ ആശ്രയിച്ചിരിക്കും? എഫക്റ്റീവ് ഡിമാൻഡിനെ കുറിച്ച് എന്നെ ആശ്രയിച്ചിരിക്കും, അല്ലാതെ വേജ് ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഈ പറഞ്ഞ എന്താണ് ഇവിടെ എന്താണ്? എഫക്റ്റീവ് ഡിമാൻഡ്, ഇത് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ ഇത് എഫക്റ്റീവ് ഡിമാൻഡ് ഇക്വിലിബ്രിയം ഇ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത്രയും എംപ്ലോയ്മെൻറ്റ് കിട്ടി. ഇനി എംപ്ലോയ്മെൻറ്റ് കൂട്ടാൻ എന്ത് ചെയ്യണം? എഫക്റ്റീവ് ഡിമാൻഡ് കൂട്ടുക. ഇതാ ഇത്രയും കണ്ട് എംപ്ലോയ്മെൻറ്റ് കൂടി. മനസ്സിലായല്ലോ? സോ യു ഷുഡ് ഇൻക്രീസ് ദി എഫക്റ്റീവ് ഡിമാൻഡ് ടു റിയലൈസ് ഹൈ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്. ആൻഡ് ദിസ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. വാട്ട് ഈസ് the reduction in wage rate is not solution. First of all, wages are downward rigid. Second, there will be trade union activity. Hence, practically, reduction wage rate or reduction in real wage rate or wage flexibility will not ensure employment or full employment. Will not ensure improvement, increase in employment or full employment. Only solution is, according to Keynes, you raise what? The level of effective demand. Then employment can be increased. So this was the Keynesian answer to the classical argument that wage rigidity is the problem for unemployment. Or wages are, when wages are flexible, there can be full employment in the economy. അപ്പോൾ അതിനുള്ള കെയ്ൻസിൻ്റെ മറുപടി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു എന്താണ്? എഫക്റ്റീവ് ഡിമാൻഡാണ് അൺഎംപ്ലോയ്മെൻറ്റ് ഒഴിവാക്കാനുള്ള സൊല്യൂഷൻ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഞാനത് ക്ലാസ് റൂമിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങളത് നോക്കി പഠിക്കുക. ഈ നോട്ട് തന്നെ പഠിക്കണം കേട്ടോ, അല്ലാതെ ഞാൻ ഇച്ചിരി എഡിറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ നോട്ട് തന്നെ പഠിക്കണം. ഈ നോട്ട് ഞാൻ അവിടെ ഇട്ടേക്കാം. അപ്പോൾ അസൈൻമെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ശരി, നാളെ കാണാം.